ലോത്ത് പെൺമക്കളോടൊപ്പം ശയിച്ചു. ഇതാണ് ബൈബിളിന്റെ ധാർമ്മികത. നിങ്ങൾ മനോരമ വായിച്ച എന്ത് ചെയ്യും? അവിടെ ആ പത്രം വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഗോവിന്ദജാമി എന്ന ഒരു മനുഷ്യനെ ട്രെയിനിൽ വെച്ചൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്തു. അതിന് മനോരമയുടെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾക്കൊരു സാധാരണ ബോധമില്ലേ? ഒരു സാധാരണ വിവേകമില്ലേ? ഒരു തെറ്റിനെ തെറ്റായി കണ്ട് ആ നാഗരികതയെ, സംസ്കാരത്തെ നശിപ്പിച്ചതാണ് ഇതിലെ സന്ദേശം. എന്തോ എങ്ങനെ ഗോവിന്ദസ്വാമിയെ മനോരമയുടെ സർക്കുലേഷൻസ് മാനേജരാക്കിയാൽ അപ്പോഴും നമ്മൾ ചോദിക്കും, ഇതാണോ മനോരമയുടെ ധാർമ്മിക മൂല്യം എന്ന് നമ്മൾ ചോദിക്കും. ഇതേപോലെ തന്നെ ഒരു സംഭവമാണ് ബൈബിളിലുമുള്ളത്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പാഴായി പോകാതിരിക്കാൻ വേണ്ടി ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പെൺമക്കളോടൊപ്പം ശയിക്കുക എന്നതാണ്. അതുകൊണ്ട് അത് മനോരമയുടെ ധാർമ്മികതയുമായിട്ട് താരതമ്യം ചെയ്യുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല എന്ന് മാത്രവുമല്ല, അതിനുശേഷം ഈ അന്ന് രണ്ട് പെൺമക്കളിൽ അദ്ദേഹത്തിന് രണ്ട് മക്കളെ ജനിച്ചു കഴിയുമ്പോൾ അപ്പോഴും യഹോവ വന്നിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗോവിന്ദസ്വാമിയെ പിന്നെ വന്നിട്ട് സർക്കുലേഷൻ മാനേജരായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ അവരെ വന്നിട്ട് അനുഗ്രഹിച്ചിട്ട് പറയുന്നു, നിന്റെ മക്കൾ അമ്മോന്യ എന്ന് പറയുന്ന ഒരു വലിയ ഗോത്രവും മോവാബ്യർ എന്ന് പറയുന്ന മറ്റു രണ്ട് വലിയ ഗോത്രങ്ങളാക്കി മാറ്റും എന്ന് യഹോവ ചെയ്യുക. അതായത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇത്തരത്തിലുള്ള മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൂശി അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു കസരത്താണ് ഇദ്ദേഹം